രാജ്യത്തെ പരമ്പരാഗത കൈത്തൊഴിൽ തൊഴിലാളികളുടെ ഉന്നമനത്തിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ ബോധവൽക്കരണ ശില്പശാല കൊല്ലത്ത് നടന്നു. പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ തൊഴിലാളി വിഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ഗുണഭോക്താക്കൾ പങ്കെടുത്തു. രാജ്യത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുന്ന പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കാണ് സഹായം ലഭിക്കുക. കയർ മേഖലയിലെ തൊഴിലാളികൾ, ഇരുമ്പ് പണിക്കാർ, ആശാരിമാർ, മത്സ്യവല നെയ്യുന്നവർ, കളിപ്പാട്ട നിർമ്മാണക്കാർ തുടങ്ങി 18 തരം തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേരിട്ട് ഗുണം ചെയ്യുന്നതാണ് പദ്ധതി. ഇതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നതിനു വേണ്ടി തൊഴിലാളികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായിരുന്നു ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചത്. പരിപാടിക്ക് വലിയ ജനപങ്കാളിത്തമാണ് ലഭിച്ചത്. പൊതുസേവന കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ കൗണ്ടറുകളും ക്രമീകരിച്ചിരുന്നു. ജില്ലാ സബ് കളക്ടർ മുകുന്ദ് താക്കൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. MSME DFO തൃശൂർ ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. 18 ട്രേഡുകൾ, തൊഴിലുകൾ സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ കൈകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരോ, അവര് സ്വയം തൊഴിൽ, അത് പ്രധാനപ്പെട്ടതാണ്, സ്വയം തൊഴിൽ ചെയ്തോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സംരംഭകരോ ആയിട്ടുള്ളവർ, അവരുടെ വാല്യൂ അഡീഷൻ എന്നാണ് സ്കീം. വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ മൂല്യ ശൃംഖലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, കൂടുതൽ ഉയർത്തുക, അവരുടെ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുക, അവരുടെ ജീവിത തൊഴിൽ നിലവാരം ഉയർത്തുക, നമ്മുടെ രാജ്യത്തിന്റെ സൃഷ്ടിയിൽ അവരെ പങ്കാളിയാക്കുക, അഭിമാനികളായ പങ്കാളികളാക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ, ത്രിതല വെരിഫിക്കേഷൻ എന്നിവ നിർവഹിക്കുന്ന വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. പരിപാടിയുടെ ഭാഗമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള അവസരവും ഒരുക്കി. ജനം, കൊല്ലം.